ഇത് കണ്ടപ്പോഴേക്കും ഒന്ന് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. ഇവിടെ ഒരു അപ്പൂപ്പൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നല്ല രീതി ഞാൻ വിചാരിച്ചു അപ്പൂപ്പനെ വീഡിയോ എടുക്കണ്ട. അപ്പോൾ ഈ പെണ്ണിൻ്റെ മുഖത്ത് ആരോ രണ്ടാമത് കരച്ചിൽ വരച്ച് വെച്ചേക്കുന്നു. ഏതെങ്കിലും വിരഹകാമുകന്മാർ വരച്ചതാവാനാണ് ചാൻസ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടപ്പോൾ ഒരു അല്പം തോന്നുന്നു എറണാകുളം സിറ്റിക്കകത്ത് ഇത്രയും ഒരു വയൽ. ഞാൻ സാധാരണ പൊതുവേ പോകുമ്പോഴേക്കും ലുലു മാൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയുകൊണ്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. പക്ഷെ ഇവിടെ നിന്ന് ഒരുപാട് നടക്കാണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് വയൽ ആ ഒരു പാലം കാണുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ എന്താണ് ഉള്ളതെന്നും കറക്റ്റ് അറിയത്തില്ല. അങ്ങോട്ടേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരുപാടുണ്ട് നടക്കാൻ. ഫാമിലീസൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ കൂടുതലും ലവ് ബേഡ്സാണ് കൂടുതലും വരുന്നത്. ഇണക്കുരുവിയൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നടക്കാം. ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മഴയത്തും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാണുമായിരിക്കും. അല്ല ഇവിടെ നിന്ന് ഇതിനിപ്പം വന്ന പാലമാണ്. അവിടെ നിന്നാണ് ഈ സ്ഥലം കണ്ടത്. അപ്പോൾ കണ്ടപ്പോഴേക്കും എനിക്കൊരു അങ്ങോട്ടേക്ക് പോകണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അത് ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് വീഡിയോ എടുത്ത്. ഇവിടെ ഇതിലിനി കയാക്കിംഗ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും 2-3 പേര് തുഴഞ്ഞ് പോണത് കണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നേരെ അങ്ങ് ദൂരെ കാണുന്നത് വീഗാലാൻഡാണ്. ഞാൻ വീഗാലാൻഡിൽ വന്നിട്ടുണ്ട്. വീഗാലാൻഡ് അല്ല ഇപ്പോൾ, അത് വണ്ടർലേ ആയി. പണ്ട് നമ്മുടെ കാലത്ത് അത് വീഗാലാൻഡായിരുന്നു. പക്ഷെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. വീഗാലാൻഡിൽ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ട് നോക്കാം. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊരു തൂക്കുപാലമാണ് കേട്ടോ. ഇരുമ്പ് പാലമാണ്. പക്ഷെ വലിയ ആട്ടമൊന്നുമില്ല. ഞാൻ തൂക്കുപാലത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. ഈ പാലത്തിൽ ഇങ്ങനെ വലിയ ആട്ടമൊന്നുമില്ല. സാധാരണ തൂക്കുപാലമൊക്കെ ആട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊരു ചലനമില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എവിടെ പോയാലും ഇത് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരു മുകളിൽ നോക്കി കാണുന്ന കാഴ്ച. ഉണ്ട് ഫുള്ള് ഇണക്കുരുവികളാണ്. ലവ് ബേഡ്സ് കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ പറയും പോലെ ഇവിടെ ഈ സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലം കണ്ടാൽ ചിലർക്കത് വൃത്തികേടാക്കാൻ തോന്നും. അങ്ങനെ കുറച്ച് ആൾക്കാർ ചെയ്ത പണിയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ, പ്രായമുള്ളവരും വരുന്നുണ്ട്, ഫാമിലീസ് വരുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഇടുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു. എല്ലാവരും തകർത്ത് കിടക്കണം. എന്തായാലും ഇനിയും ഉണ്ട് നടക്കുക. ഇതിൽ പാലം കയറി ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ചധികം ദൂരമുണ്ട്. ഫാമിലീസും വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഇത് കാണാൻ പോകുമ്പോൾ ദൂരം നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന കണക്കല്ല, നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വേറൊരു ഫീലുണ്ട് ഇവിടെ വരുമ്പോൾ. ഇവിടെ നിന്ന് കുറച്ച് ഇനി ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇനി നടന്നു പോകാൻ. സാധാരണ നമ്മളെ നാട്ടിലെ പറമ്പ് തന്നെ വയൽ കാണുന്നൊരു ഫീൽ തന്നെ. പക്ഷേ ഇവിടെ എത്തിക്കൂടെ നമ്മളെ സിറ്റിക്കകത്ത് വന്നിട്ട് സിറ്റിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരുമ്പോൾ ഒരു കണ്ണിന് പ്രത്യേക ഒരു കുളിർമ നൽകുന്നൊരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഇനി ഒരുപാട് പേരുണ്ട്. ഒരു ഫാമിലീസും നല്ല രീതി വരുന്നുണ്ട് ഇവിടെ. അത് ദൂരെ നിന്ന് കാണുമ്പോൾ ഈ സ്ഥലം നല്ല രീതി ഇഷ്ടപ്പെടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലൊരു ഫീലുള്ള സ്ഥലമാണ്. എന്തായാലും ഇനിയിപ്പം എല്ലാവരും അവിടെ നിന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറ്റം വരെ പോയി നോക്കാം. എനിക്കൊന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. കമ്പിയൊക്കെ തുരുമ്പെടുത്തിരിക്കുന്നു. മഴ സമയത്ത് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ വെയിലുള്ളപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു കൂടാരം നിർമ്മിച്ചാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നടന്നു പോകും. അങ്ങ് ഒരുപാട് ദൂരമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വരെ പോകണം. ആൾക്കാരെല്ലാം അങ്ങ് പോവാണ്. എന്തായാലും ഇവിടം വരെ എത്തി, പകുതി വരെ ആയി. ഇനി എന്തായാലും മുന്നിലോട്ട് തന്നെ പോകാമെന്ന് വെച്ചു. അങ്ങനെ മുന്നിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് വീഗാലാൻഡ് സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വീഗാലാൻഡിൻ്റെ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. നമ്മളെ കയാക്ക് കണ്ടായിരുന്നു പറഞ്ഞല്ലേ. ഒരുപാട് പേര്, അതും ഫാമിലീസാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് എനിക്ക് ഒന്ന് റിസോർട്ടുണ്ടാണ്. ഈ സൈഡിൽ, ഈ കരയിലില്ല, അക്കരയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. അവിടെ കയാക്കിങ്ങിനൊന്നും കയറിയില്ല. ഒരു വീഗാലാൻഡ് അതിൻ്റെ മുകളിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. അവിടെ കറങ്ങുന്നില്ലത്. ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരം എത്താറായി. അടുത്ത പാലം എത്താറായി. അവിടെ ഇനി എന്താ ഉള്ളത്? ഇത് എനിക്ക് തന്നെ തോന്നുന്നു. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും കാണും. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഒരുപാട് പേര് അങ്ങോട്ട്
പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാ എന്നെപ്പോലെ എന്താണ് അവിടെ എന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ പോകുന്നതാണെന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുവാണ്. തകർത്ത് ഫോട്ടോഷൂട്ട് ചെയ്യാണ് 3 പേരുടെ ഒന്ന് ഫോട്ടോ. അപ്പോൾ എന്തായാലും അവരെ ശല്യം ചെയ്യണ്ട, ഇനി അവരെ ഇവിടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. തറയിൽ കിടന്നൊക്കെ ഫോട്ടോ എടുക്കുവാണ്. ഫോട്ടോയിലൊക്കെ അവരെയൊക്കെ തെളിയോ എന്തോ. എന്തായാലും തകർത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരാൾ വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് നേരം ഞാനും അവിടെ നിന്ന് വീഡിയോ പിടിക്കാമെന്ന്. കൊള്ളാം, നല്ല രസമുണ്ട്, സ്ഥലം കാണാൻ രസമുണ്ട്. ഇവിടെ നിന്ന് നോക്കാന്തേക്കൊരു ഇതൊരു സ്പെഷ്യലായിട്ട് തോന്നി കേട്ടോ. കണ്ടു കഴിഞ്ഞൊരു കപ്പൽ പോലെ ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ നിന്ന് വികാരൻ്റെ ഒന്നുകൂടെ നോക്കി കേട്ടോ. വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ക്യാമറയിൽ അത്ര ഇതില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല രീതി അടുത്ത് കാണുന്നത്. ഇവിടെ നിന്ന് ഞാൻ പിന്നെ ഒരു സൈഡിലൊരു കപ്പൽ ഇണക്കത്തൊരു ഇത് കണ്ടു. കപ്പലാണെന്ന് എനിക്ക് തോന്നി കണ്ടപ്പം. പിന്നെ മുങ്ങിക്കപ്പലും കൂടെ വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്തോട്ട് പോയി നോക്കിയപ്പോൾ അത് കപ്പലല്ല, അത് കപ്പൽ പോലത്തെ ഒരു ബിൽഡിങ് പണിഞ്ഞ് വെച്ചേക്കുവാണ്. ഇതാണ് അടുത്ത പാലത്തിൽ നിന്നുള്ള വ്യൂ. ഞാൻ അക്കരെ നിന്നാണ് വന്നു, ഒരുപാട് ദൂരം നടന്നു വന്നു. പക്ഷെ നടന്ന് വന്നത് വേസ്റ്റൊന്നും ആയില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് നടന്ന് വന്ന വഴിയൊന്നും അറിഞ്ഞതില്ല. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു, കിടിലം യാത്രയായിരുന്നു. നിങ്ങളും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒന്ന് കയറി വെക്ക്. എന്തായാലും വേസ്റ്റ് ആവില്ല, വന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ നല്ല സൂപ്പർ പ്ലേസാണ്. എന്തായാലും ഒന്ന് വന്ന് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യണേ. വീഡിയോസിന് വ്യൂസൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടാൽ മതി. എന്തായാലും നല്ല സ്ഥലം. നല്ല ഈ സാധനം ഊപ്പം പുല്ലെന്ന് പറയാം. നമ്മളെ നാട്ടിൽ മാത്രമേ കണ്ടുള്ളൂ, ഇപ്പോൾ ഇവിടെയും കണ്ടു. അത് കണ്ടപ്പോൾ അതും എടുക്കണമെന്ന് തോന്നി. ഇതാണ് സ്ഥലം.